കാലം തെരുവിൽ പൊരുതിയ കോൺഗ്രസ് യുവത്വത്തിനു കൂടി ലഭിച്ച അംഗീകാരമാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ.ജെ. ജിനേഷ്. KSU യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളുടെ ജയം സംഘടനയുടെ കരുത്ത് വർദ്ധിപ്പിച്ചു. UDF വിജയത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനത്തിനും പങ്കുണ്ടെന്നും ധർമ്മടത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് റഷീദ് കാഴ്ചവെച്ച മത്സരം അതിന് ഉദാഹരണമാണെന്നും ഒ.ജെ. ജിനേഷ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സംസ്ഥാനം മുഴുവൻ UDF തരംഗം അലയടിച്ചപ്പോൾ അതിൽ കൊടുങ്ങല്ലൂർ മണ്ഡലവും ഉണ്ടായിരുന്നു. പരമ്പരാഗത ഇടതു കോട്ടയായ മണ്ഡലത്തിൽ വിജയിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒ.ജെ. ജനീഷാണ്. അട്ടിമറി ജയം എന്ന് പറയുമ്പോഴും കൃത്യമായ സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് അവിടെ UDF വിജയം നേടിയത്. സ്ഥാനാർത്ഥി MLA നമ്മളോടൊപ്പം. അഭിനന്ദനങ്ങൾ. ആദ്യമായി എത്രമാത്രം സന്തോഷത്തിലാണ് ഈ അട്ടിമറി വിജയത്തിൽ? തീർച്ചയായിട്ടും വലിയ സന്തോഷം, അഭിമാനമുള്ള ഒരു വിജയമാണ് കൊടുങ്ങല്ലൂർ ഉണ്ടായത്. കൊടുങ്ങല്ലൂർ എന്ന് പറയുമ്പോൾ പഴയ ലീഡറുടെ തട്ടകമായ മാളകൂടി ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ലീഡറുടെ മണ്ണ് UDF തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി നമ്മുടെ സഹപ്രവർത്തകരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനും പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ തന്നെ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ KSUവിന്റെ ഒക്കെ നേതാക്കൾ മത്സരിച്ച പല സ്ഥലങ്ങളിൽ സിറ്റിംഗ് MLA-മാരെയാണ് പരാജയപ്പെടുത്തിയത്, മന്ത്രിമാരെ അടക്കം പരാജയപ്പെടുത്തുന്നത്. അബിന്റെയും AD തോമസ്, അങ്ങനെ കുറെ ആളുകളുണ്ട്. അതൊക്കെ എത്രത്തോളം ആവേശം അങ്ങനെ അടക്കം ഒട്ടനവധി വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബാലുശ്ശേരി സീറ്റ് UDF ജയിക്കാതിരുന്ന സീറ്റാണ്. അത് KSU ജില്ലാ പ്രസിഡന്റോട് മത്സരിച്ച് വിജയിച്ചു. പിന്നെ AD തോമസ് മത്സരിച്ച സീറ്റ്, അത് മത്സരിച്ച് വിജയിക്കാൻ വേണ്ടി AD തോമസിന് സാധിച്ചു. പിന്നെ നാദാപുരത്ത് അഭിജിത്ത് മത്സരിച്ച സീറ്റ്, ആറന്മുളയിൽ അഭിമർക്കി മത്സരിച്ച സീറ്റ്, ഇവിടെ ഞാൻ മത്സരിച്ച സീറ്റൊക്കെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന, തുടർച്ചയായി ഇടതുമുന്നണി വിജയിച്ചുകൊണ്ടിരുന്ന സീറ്റാണ്. അപ്പോൾ അതെല്ലാം തന്നെ നേടിയെടുക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചുള്ള വലിയ സന്തോഷം, അഭിമാനമൊക്കെ തന്നെയുണ്ട്. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ കാര്യം. 10 വർഷക്കാലമായിട്ട് കേരളത്തിന്റെ തെരുവിൽ പൊരുതിയ കോൺഗ്രസിന്റെ യുവത്വത്തിന്റെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ എല്ലാവരും മത്സരിച്ചതും ഈ മത്സരരംഗത്തേക്ക് കടന്നു വന്നതൊക്കെ തന്നെ. ആ സമരങ്ങളൊന്നും വെറുതെ ആയില്ല, അല്ലെങ്കിൽ അന്ന് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളൊന്നും വെറുതെ ആയില്ല എന്ന് തന്നെയാണ് ഇതിൽ തെളിയിക്കപ്പെടുന്നത്. ഞങ്ങൾ ഈ പറയുന്ന സമരങ്ങൾ നടത്തിയതിൻ്റെയും അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ മുൻനിർത്തിയാണ് ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോയത്. ഞങ്ങൾ എല്ലാവരുടെ സീറ്റുകളിലും ഒരുപക്ഷെ പിന്നെ വളരെ സജീവമായിരുന്നു. DYFI വളരെ സജീവം. ഇപ്പോൾ കൊടുങ്ങല്ലൂരൊക്കെ DYFI വളരെ സജീവമായിരുന്നു. നിങ്ങൾ തന്നെ വന്ന് 1-2 പരിപാടികളൊക്കെ കവർ ചെയ്തിരുന്നു. വളരെ സജീവമെന്ന് പറഞ്ഞാൽ സജീവമാണ്. അവരുടെ ആ പ്രവർത്തനത്തിന് കൂടി ഒരു പങ്കുണ്ട് എൻ്റെ വിജയത്തിൽ, അത് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. എനിക്ക് തോന്നുന്നു പിന്നെ MLAക്ക് നിലവിലുണ്ടായിരുന്ന MLAക്ക് കിട്ടേണ്ടിയിരുന്ന കുറച്ച് വോട്ട് കൂടി അയാൾക്ക് കിട്ടാണ്ടാക്കിയിട്ട് നമുക്ക് മേടിച്ചു തന്നതിലൊക്കെ അവർക്ക് വലിയ പങ്കുണ്ട്. കാരണം അത്ര ഹീനമായ രീതിയിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രചരണങ്ങളൊക്കെ നടത്തി. ഇത് ഒരിടത്തും മാത്രമല്ല. വിജയത്തിൽ യൂത്ത് കോൺഗ്രസിനും KSUവിനും ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രാതിനിധ്യം മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അതെല്ലാം നേതൃത്വം തീരുമാനിക്കേണ്ടതാണ്. പിന്നെ നേതൃത്വം തീരുമാനിക്കുന്ന ഘട്ടത്തിൽ വരുന്ന ആളുകളാണ് അതിലേക്ക് ചുമതലയിലേക്ക് വരിക. അതിലൊന്നും അങ്ങനെ പ്രാതിനിധ്യത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ എങ്കിൽ കൂടി എല്ലാത്തിനും ഒരു ചെറുപ്പം ഉണ്ടാകും. അത് യൂത്ത് കോൺഗ്രസ് രംഗത്ത് തന്നെ ആകണം നിർബന്ധമില്ല, ചെറുപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ മിന്നുന്ന ജയത്തിന്റെ ആവേശത്തിലാണ് UDFന്റെ ക്യാമ്പ്. പ്രത്യേകിച്ച് തൃശ്ശൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ കൊടുങ്ങല്ലൂരിൽ അട്ടിമറി ജയം നേടി നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു. അത് വലിയ നിലയിൽ തന്നെ ആഘോഷിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും UDFന്റെയും പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.